മുസ്ലിം ലീഗിനെ തകർക്കലല്ലേ ആവശ്യം? ഒരു പാർട്ടിനെ തകർക്കാൻ, ഒരു മുന്നണിയെ തകർക്കാൻ, 10 വോട്ട് കിട്ടാൻ എന്തും ചെയ്യാന്നാണോ? നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോ പറഞ്ഞല്ലോ, എന്താ അബ്ദുൽ നാസർ മദനി ഇവിടെ വന്നിട്ട് സംസാരിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടി സഹായത്തിന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. എല്ലാരും ക്യൂ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത് സഹായത്തിന്. ഉമ്മൻചാണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു, ഞാൻ ക്യൂ നിൽക്കുകയായിരുന്നു, എല്ലാവരും അദ്ദേഹത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയായിരുന്നു. പാണക്കാട് തങ്ങളുടെ അനുയായികളായി വളർന്ന ഞങ്ങള് അങ്ങനെ ചെന്ന് ക്യൂ നിന്നോരെ കൂട്ടത്തിലൊന്നും കാണൂല. മദനി സാഹിബേ, അങ്ങനൊന്നും നിങ്ങൾ പറയരുത്, അങ്ങനൊന്നും പറയരുത്. അത് അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. വലിയ അഹങ്കാരങ്ങൾ പാടില്ല മനുഷ്യന്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചു കാലത്തേക്കല്ലേ ഉള്ളൂ. എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്ന് ക്യൂ നിൽക്കുകയായിരുന്നു എന്ന് പ്രസംഗിച്ചപ്പോ ഇടതുപക്ഷത്തിന്റെ സ്റ്റേജിൽ കുറെ ആളിരുന്ന് ചിരിക്കണ കണ്ടു, ആവേശം കൊള്ളണ കണ്ടു. അങ്ങനെ പാടില്ല. മനുഷ്യന് ഇത്ര അഹങ്കാരം പാടില്ല. നമ്മളൊക്കെ എന്തെല്ലാം പദവികൾ വഹിച്ചതാണ്. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവായി പാണക്കാട് തങ്ങന്മാര് എത്ര കാലായിട്ടിരിക്കണു? ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ശിഹാബ് തങ്ങള് സംയമനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ നാസർ മദനി പറഞ്ഞു, ശിഹാബ് തങ്ങളുടെ താരാട്ട് കേൾക്കാൻ നിൽക്കുകയല്ല കേരളം. ശിഹാബ് തങ്ങളുടെ സംയമനത്തിന്റെ താരാട്ട് കേൾക്കാൻ. ഇന്ന് നിങ്ങൾ പറയുന്നത് സംയമനാണോ? ഞാൻ പറയുന്നു, എന്നത്തേക്കുള്ള നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നിങ്ങളെപ്പറ്റി ബർദൻ പറയുന്നത് എന്താ? നിങ്ങളെപ്പറ്റി നമ്മുടെ കാരാട്ട് പറയുന്നത് എന്താ? നിങ്ങളെപ്പറ്റി ചന്ദ്രചൂടൻ പറയുന്നത് എന്താ? PDP-നെ പറ്റി നിങ്ങൾ എന്നത്തേക്കുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പ് കയ്യോളേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ കളയും. ഇങ്ങനെ ഒരു, നമ്മളെ ഭാഷയിൽ പറയാം, ഇങ്ങനെ ഒരു നാണം കെട്ട ഏർപ്പാട്, ഇങ്ങനെ ഒരു ഉസുറും പുളി ഇല്ലാത്ത ഏർപ്പാടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കയ്യോളം നിങ്ങളെ കൊണ്ടു നടക്കുള്ളൂ എന്ന് പറഞ്ഞ അപ്പോ നമ്മളാണ് ഈ നിൽക്കുവോ? അതിനേക്കാളും വേറെ വല്ല പടിയല്ല അല്ലത്. അത് കഴിഞ്ഞാൽ ഇന്നും കൂടി ഞാൻ പറയുന്നത്, അന്ന് രാത്രിയിലെ ന്യൂസ് എല്ലാവരും നോക്കിക്കോളി. കാരാട്ട് പറയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് കയ്യോളേ ഉള്ളൂ. ചന്ദ്രചൂടൻ പറയാണ്, അല്ലെ CP ജോൺ ചന്ദ്രചൂടൻ പറയാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ പറഞ്ഞേക്കും. എന്നാലും അബ്ദുൽ നാസർ മദനി എന്നാലും വോട്ട് ഉൽക്കന്നെ. ഇങ്ങനത്തെ നേതാക്കന്മാരാണോ നിങ്ങൾക്ക് വേണ്ടത്? പഴയ കാലത്ത് ഞാൻ പറയുന്നില്ല, അദ്ദേഹവും ഞാനും ഒക്കെ ഇവിടെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നാണ്. തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞതാണ്, ഈ ലൈൻ ശരിയല്ല. അന്ന് അദ്ദേഹം കൊല്ലത്ത് കരുനാഗപ്പള്ളി ആ ഭാഗത്തായിരുന്നു. ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേട്ടു. പ്രസംഗത്തിൽ പറയാൻ പാടില്ലാത്തൊക്കെ പറയുന്നുണ്ട്. ആർക്കും പറയാലോ. നിങ്ങൾ ഈ കുറ്റിപ്പുറം അങ്ങാടിയിൽ നിന്നിട്ട് പറയാൻ പാടില്ലാത്തത് ഒന്ന് പറഞ്ഞു നോക്കി. അവിടെ വെള്ളം ഉണ്ടാക്കണം. പറയാൻ പാടില്ലാത്ത ഒന്ന് പറഞ്ഞു നോക്കി. പറയാൻ പാടില്ല. 4 ആള് കേൾക്കാൻ കൂടുമല്ലോ. ആ കാലത്ത് ഞാനിപ്പോ അത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ആ കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിലുണ്ട്. ഇതിപ്പോ അദ്ദേഹം കേട്ട ഓർമ്മട്ട് പോകും. ഇടതുപക്ഷം കൊണ്ടു നടക്കുന്ന മാറിയ അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ, മാറാത്ത അബ്ദുൽ നാസറി പറഞ്ഞത് ഈ കാസറ്റിലുണ്ട്. ഇത് പറഞ്ഞ അദ്ദേഹം ഓർമ്മ ഒതുങ്ങിട്ട് വീഴും. ഞാനത് പറയുന്നില്ല, കാരണം കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കും. നിങ്ങൾ ആരെ കയ്യിലെങ്കിലും ഈ കാസറ്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ RSS ഏതെങ്കിലും ഒരു വില്ലേജിൽ ഇല്ലെങ്കിൽ ഇതൊന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാവും. ഓരൊരു 10 കൊല്ലം പണിയെടുത്ത RSS എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് വെച്ചു കൊടുത്താൽ മതി, അവിടെ RSS ഉണ്ടാവും. അപ്പോ ഇതാണോ ഈ രാജ്യത്തെ ആളുകൾക്ക് വേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശ്രീ പിണറായി വിജയൻ CPM ഇവരെ കൂട്ടാൻ പോകണ്ടോ? ഒരു ഭാഗത്ത് അബ്ദുൽ നാസർ മദനി, മറുഭാഗത്ത് നമ്മുടെ ഉമാ ഭാരതീന്നേ വരുള്ളൂ. ഉമാ ഉണ്ണി. ഇതെന്തൊരു വിചിത്ര സംഭവമാണ്. എന്നിട്ട് CPI-നോട് പോകാൻ പറയാ, RSPയോട് പോകാൻ പറയാ, ജനതാദളിയോട് പോകാൻ പറയാ, എല്ലാവരോടും പോകാൻ പറയാ. ചിലരൊക്കെ പോയി
പോവാത്തോലും ഞമ്മളൊപ്പാണ്, കരുതിക്കോളി. പോവാനത്തോലും ഞമ്മളെ കൂടെയാണ്. മാനും മര്യാദയും അതുപോലെ തന്നെ അഭിമാനം അതുപോലെ തന്നെ അന്തസ്സൊക്കെ ഓൽക്കുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഓല വോട്ട് കുറി നമുക്കായിരിക്കും, യാതൊരു സംശയവും ആർക്കും വേണ്ട. അത്രക്ക് പീഡനങ്ങൾ സഹിച്ച് ഈ അലയൻസ്, ഈ കൂട്ടുകെട്ട്, ഈ വിചിത്ര കൂട്ട്, വിമത BJPയും അതുപോലെ തന്നെ ഈ പറഞ്ഞ PDP കൂട്ടുകെട്ടിനു വേണ്ടി വളരെ കാലം അവരെ കൂടെ നിന്ന ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഹായത്തിന് ചെന്ന് കൂട്ടുന്നു. ഞാനൊരു അഹങ്കാരം പറയാനില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ സഹായത്തിന് വേണ്ടി ചെന്നു. കുഞ്ഞാലിക്കുട്ടിയും വന്നു. ഞാൻ ഈ 10-12 കൊല്ലം തന്നെ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ സമദാനിയോട് ചോദിച്ചു, അല്ല സമദാനി, നമ്മളെ പിന്നാലെ അദ്ദേഹം കൂടിയിട്ട് എത്ര കൊല്ലായി എന്ന് ഞാൻ ചോദിച്ചു സമദാനിയോടൊപ്പം. ഗുരുവായൂർ തെരഞ്ഞെടുപ്പിന്റെ ആ കാലഘട്ടം ഓർത്ത 94-ലാണെന്ന് പറഞ്ഞു അല്ലേ? 94 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ പിന്നാലെ അബ്ദുൽ നാസർ മദനി കൂടിയിട്ട് എത്ര കാലായി എന്ന് സമദാനിയോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 94-ലാണ് ഗുരുവായൂർ, അതിന്റെ 2 കൊല്ലം മുമ്പ് കൂടിയിരിക്കണു പറഞ്ഞു. ആ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം പ്രസംഗങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു. അന്ന് പറ്റിപ്പോയി. അദ്ദേഹത്തിന് കുറെ അനുഭവങ്ങളുണ്ടായി. ആ അനുഭവങ്ങൾ കഴിഞ്ഞ് വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോ ഞാൻ ഒരു കാര്യം അന്തസ്സായിട്ട് പറയട്ടെ, മാനുഷിക പരിഗണന വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ കേസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അത് അച്യുതാനന്ദൻ പറഞ്ഞോട്ടെ. അച്യുതാനന്ദനും അതുപോലെ തന്നെ അവരുടെ CPM-ന്റെ നേതാക്കന്മാരും LDF-ന്റെ നേതാക്കന്മാരും തന്നെ എല്ലാം കൂടി ഇപ്പോ എന്താ പറയാ, വലിയ പുലിവാല, നായർ പിടിച്ച പുലിവാലുമാരി ഇതെവിടെ കൊണ്ട് ഇറക്കി വെക്കുന്ന അറിയാതെ ബുദ്ധിമുട്ടുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കയറുന്നില്ല, അത് അവര് പറയട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു സംഗതിയാണ്. ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞു സഹായത്തിന് അഭ്യർത്ഥിച്ചു ഞങ്ങളൊക്കെ. ഞാൻ പറയട്ടെ, അദ്ദേഹം സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടില്ലേ? അദ്ദേഹം വേണ്ട പോലെ സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു കെട്ട് കത്തുണ്ട്. ഇതെല്ലാം ഞാൻ കാണിക്കാൻ നിർവാഹമില്ല. ഇത് അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡാണ്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. കാരണം ഒരു കത്താവുമ്പോ കത്ത് വായിച്ചാൽ അതിൽ പേഴ്സണലാവുമ്പോ വായിക്കാൻ പറ്റാത്ത ഭാഗവും ഉണ്ടാവും. അത് കാരണം മനുഷ്യനെ ചെറുതാക്കാനും വലുതാക്കാനൊന്നും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 10 കൊല്ലകാലം ഇതൊന്നും ഒരു മുതലെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ ഭീഷണി ഇവിടെ എനിക്കുണ്ടായി, എന്നിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ അനവധി വിഷയങ്ങളുണ്ടായി. ഞാൻ ഒരിക്കലും തന്നെ എന്നോടൊരാൾ സഹായത്തിന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ സഹായത്തിന് അപേക്ഷിച്ചു എന്നുള്ളത് ഒരു പബ്ലിക്കിൽ വെച്ച് ടെലിവിഷനിലൊക്കെ കാണേ 4 ആളോട് അദ്ദേഹം പറഞ്ഞു, എനിക്കും പറയാതെക്കാൻ പറ്റുമോ? ISS ഉണ്ടാക്കിയപ്പോഴുള്ള കാസറ്റ് അത്.